ക്ലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പക്കോട റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി വച്ചാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. അര ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങ, പിന്നെ സവാള, മുളക്, കറിവേപ്പില, പിന്നെ സോഡാപ്പൊടി. നമുക്ക് ഇതിൽ തേങ്ങ ഇടാം. ഇത് നമുക്കിനി മിക്സ് ചെയ്യാം നല്ലപോലെ. സവാള ഇടണം. മുളക്, കറിവേപ്പില, ഇതിനി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ സോഡാപ്പൊടിയും ശകലിടാം. ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നോർമൽ വാട്ടർ ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അധികം ലൂസ് ആവരുത്, ചെറുതായിട്ട് ലൂസ് ആയാൽ മതി. കുറച്ച് തിക്നെസ് വേണം. നമുക്ക് അടുപ്പിലേക്ക് പാത്രം വയ്ക്കാം. ഫ്രൈ പാൻ ഫ്രൈ ആക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഇത്രയോളം. ഞങ്ങൾ ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചേർക്കാം. ഷേപ്പൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചേർക്കാം. കനം തിക്നെസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കനം കുറച്ച് നമുക്ക് കുറച്ചായിട്ട് വെളിച്ചെണ്ണയിൽ വയ്ക്കാം. നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് നേരമായി. ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് മറിച്ചിടാം. എല്ലാവരും കടലമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വെറൈറ്റി ആവാൻ വേണ്ടിയായിട്ടാണ് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് മറിച്ചിടുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 4 മണി പലഹാരമായിട്ട് കഴിച്ചു വയ്ക്കാൻ സൂപ്പറാണ്. തീ കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ അകം വേവാതെ വരികയും പുറം കത്തിപ്പോവുകയും ചെയ്യും. നമ്മുടെ പക്കോട റെസിപ്പി കൊന്നിട്ടുണ്ട്. അത് നമുക്ക് തിന്ന് നോക്കാം. നല്ലതാണ്. ഇനി നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ചായക്കൊക്കെ തിന്നാൻ നല്ലതാണ്. സ്കൂളും വിട്ടിട്ട് വൈകുന്നേരം തിന്നാൻ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.